നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ട്രയാങ്കിൾസിന്റെ ആംഗിൾസിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മിസ്സേ ചെയ്തു നോക്കാൻ പറഞ്ഞായിരുന്നു. ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു. ചെയ്ത് കിട്ടിയായിരുന്നോ? ഇനി രണ്ട് ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ആയി. അടുത്ത പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. പ്രോപ്പർട്ടീസ് ഓഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പ്രോപ്പർട്ടി. പേജ് നമ്പർ 138. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the sum of the length of any two sides of a triangle is greater than the length of the third side. ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ സം കാണുവാണെങ്കിൽ, ഏതെങ്കിലും രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്താൽ അത് എപ്പോഴും മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതായിരിക്കും. ആ സം എപ്പോഴും മൂന്നാമത്തെ സൈഡിനേക്കാളും വലുതായിരിക്കും. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചാൽ ട്രയാങ്കിൾ എ ബി സി. ഇതിന്റെ ഈ സൈഡ് നമുക്ക് എ എന്നും ഈ സൈഡ് ബി എന്നും ഈ സൈഡ് സി എന്നും എടുത്താൽ എപ്പോഴും എങ്ങനെയായിരിക്കും വരിക? രണ്ട് സൈഡ് ആഡ് ചെയ്താൽ എയും ബിയും ആഡ് ചെയ്താൽ എ പ്ലസ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. ദെൻ എയും സിയും ആഡ് ചെയ്താൽ എ പ്ലസ് സി എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. ഇനി ബിയും സിയും ആഡ് ചെയ്താൽ ബി പ്ലസ് സി ചെയ്താൽ അതെപ്പോഴും എനേക്കാളും വലുതായിരിക്കും. The sum of any two sides of a triangle is greater than the length of the third side. രണ്ട് സൈഡിന്റെ സം എപ്പോഴും തേർഡ് സൈഡിന്റെ ലെങ്തിനേക്കാളും ഗ്രേറ്റർ ലെങ്ത് ആയി. ആ പ്രോപ്പർട്ടി അത്രേ പറയുന്നുള്ളൂ. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പ്രോപ്പർട്ടി. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ആ പ്രോപ്പർട്ടി the sum of the lengths of any two sides of a triangle is greater than the length of the third side. Then ഒരു എക്സാമ്പിൾ നോക്കാം. പേജ് നമ്പർ 139 സോൾവ്ഡ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 17. Is it possible to draw a triangle with the following sides? തന്നിരിക്കുന്ന സൈഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഫസ്റ്റ് വൺ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. 2ഉം 3ഉം 4ഉം സെന്റിമീറ്റേഴ്സ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് നോക്കിയാൽ മതി, എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിലെ ഏതെങ്കിലും രണ്ട് സൈഡ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡ്സിനേക്കാളും വലുത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെ മൂന്ന് സൈഡ്സിന്റെ സമ്മ് നോക്കണേ. 2 + 3 5 ആണ്. 2ഉം 3ഉം 4ഉം വെച്ച് നോക്കുമ്പോൾ 2 + 3 5 ആണ്. 5 മൂന്നാമത്തെ സൈഡായ 4നേക്കാളും വലുതാണ്. നെക്സ്റ്റ് 3 + 4 3ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പൊ മൂന്നാമത്തെ സൈഡ് 2 ആണ്. 2നേക്കാളും വലുതാണ് 7. നെക്സ്റ്റ് 4 + 2 4ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. 6 എപ്പോഴും 3നേക്കാളും വലുതാണ്.
സോ ഇവിടെ നമുക്ക് 3 രീതിയിൽ നമ്മൾ സൈഡ്സ് ആഡ് ചെയ്യുമ്പോഴും ആ കിട്ടുന്ന സം തേർഡ് സൈഡിനേക്കാളും ഗ്രേറ്റർ ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? The sum, it is possible to draw a triangle whose sides are 2 cm, 3 cm, 4 cm. 2 cm, 3 cm, 4 cm വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് സെക്കൻഡ് വൺ 7.5, 3.5, 1.5. 7.5, 3.5, 1.5. ചെക്ക് ചെയ്ത് നോക്കിയാൽ 7.5 plus 3.5 greater than 1.5. Then 7.5 plus 1.5 greater than 3.5. Then 3.5 plus 1.5. എത്ര കിട്ടാം? 5 കിട്ടാം. അത് 7.5നേക്കാളും വലുതല്ല, ചെറുതാണ്. സോ 3.5 plus 1.5 not greater than 7.5. അപ്പൊ നമുക്ക് എന്താ പറയാം? അതിലെ 2 സൈഡ് കൂട്ടുമ്പോ മൂന്നാമത്തെ സൈഡിനേക്കാളും വലുത് കിട്ടാത്തത് കൊണ്ട് it is not possible to draw a triangle with this measurement. ഈ മെഷർമെന്റ്സ് വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഇനി ഇതില് കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പൈത്തഗോറസ് തിയറം ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൈത്തഗോറസ് തിയറം? കേട്ടിട്ടുണ്ടോ? എന്താ പൈത്തഗോറസ് തിയറം എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ പൈത്തഗോറസ് എന്ന് അറിയോ? പേജ് നമ്പർ 141 ഒന്നെടുത്തേ. പേജ് നമ്പർ 141. അതില് പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. Pythagoras, a Greek philosopher and mathematician of 6th century BC, provided the proof for a very important and useful property of right-angled triangles. Although this property was not known to people of many other countries, including Indian mathematician Baudanya, it was named as Pythagoras theorem after him, as he was the first to discover its proof. ഇത് പൈത്തഗോറസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫർ മാത്തമാറ്റീഷ്യൻ ആണ്. 6th സെഞ്ചുറി BC-യിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ ആണ്. ഈ പൈത്തഗോറസ് ആണ് ഈ ഒരു തിയറത്തിന്റെ പ്രൂഫ് കണ്ടുപിടിച്ചത്. ഈ തിയറം ഒരുപാട് പേര് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും, അതായത് ഇന്ത്യയിലെ മാത്തമാറ്റീഷ്യൻസും ബാക്കി വേൾഡ് വൈഡ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസ് ഒക്കെ ഈ തിയറം കണ്ടുപിടിച്ചിട്ടുണ്ട്. But it is commonly known as Pythagoras theorem because he is the mathematician who find out the proof for this theorem. ഈ തിയറത്തിന്റെ പ്രൂഫ് കണ്ടുപിടിച്ചത് പൈത്തഗോറസ് ആയതുകൊണ്ടാണ് ഈ തിയറത്തിനെ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്. പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനില്ല. പ്രൂഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൂഫാണ്, അതുകൊണ്ട് പഠിക്കാനില്ല. തിയറം എന്താന്ന് മാത്രം പഠിച്ചാൽ മതി. പൈത്തഗോറസ് തിയറം എന്താന്ന്? ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിന് മാത്രമേ ഈ തിയറം ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ട്രയാങ്കിൾസിനൊന്നും ഈ തിയറം ബാധകമല്ല. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ചാല് ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്നത്, ദാറ്റ് ഈസ് 90 ഡിഗ്രി ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിന് മാത്രമേ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ സൈഡ്സിന് ഓരോ പേരുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഇങ്ങനെയാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരുന്നത്. അതിൽ എ ബി സി, ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതിൽ ഈ സൈഡിനെ, അതായത് ബി സി എന്ന് പറയുന്ന താഴത്തെ ഏറ്റവും താഴെയുള്ള സൈഡിനെ നമ്മൾ ബേസ് എന്ന് പറയും. റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ ബേസ്, BASE, ബേസ് എന്ന് പറയും. ഓക്കെ, ഈ സൈഡിനെ ബേസ് എന്ന് പറയും. ഈ ഏറ്റവും ലെങ്ത് കൂടിയിരിക്കുന്ന ഈ സൈഡിനെ എന്താ പറയും? ഹൈപ്പോട്ടന്യൂസ്, HYPOTENUSE, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നു. ഇനി AC എന്ന് പറയുന്ന ഈ സൈഡിനെ പെർപെൻഡിക്കുലർ എന്ന് പറയും. പെർപെൻഡിക്കുലർ, ബേസ്, ഹൈപ്പോട്ടന്യൂസ്, പെർപെൻഡിക്കുലർ. അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 3 സൈഡിന് 3 പേരുണ്ട്. ഏറ്റവും താഴെ കാണുന്ന സൈഡിനെ ബേസ് എന്ന് പറയും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സൈഡിനെ പെർപെൻഡിക്കുലർ എന്ന് പറയും. ഏറ്റവും ലെങ്ത് കൂടിയ സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഇനി ബി സി എന്ന് പറയുന്നത് സൈഡിനെ നമുക്ക് എ എന്നും, എ സി എന്ന് പറയുന്ന സൈഡിനെ ബി എന്നും, ബി ആണ് അതിന്റെ മെഷർമെന്റ്, എ ബി എന്ന് പറയുന്ന സൈഡിന്റെ മെഷർമെന്റ് സി ആണെന്നും കൺസിഡർ ചെയ്താൽ, ആസ് പെർ പൈത്തഗോറസ് തിയറം, എ സ്ക്വയർ plus b square is equal to c square. A square plus b square is equal to c square. അതായത് ബേസ് ലെങ്ത്തിന്റെ സ്ക്വയറും പെർപെൻഡിക്കുലർ ലെങ്ത്തിന്റെ സ്ക്വയറും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസ് ഇന്റെ സ്ക്വയർ കിട്ടും. ഇതാണ്, ദിസ് പ്രോപ്പർട്ടി ഈസ് കോമൺലി നോൺ ആസ് പൈത്തഗോറസ് തിയറം. ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ 3 സൈഡ്സ്, ബേസ് സൈഡ് എ, പെർപെൻഡിക്കുലർ ബി, ഹൈപ്പോട്ടന്യൂസ് സി ആണെങ്കിൽ അതിന്റെ as per this theorem, Pythagoras theorem, we can say that a square plus b square is equal to c square. തിയറത്തിന്റെ പേരെന്താ? പൈത്തഗോറസ് തിയറം. ഏറ്റവും ട്രയാംഗിളിന്റെ കേസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം ആണിത്, പൈതഗോറസ് തിയറം. എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണിത്. അപ്പോ കൃത്യമായിട്ട് പഠിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെച്ചോ. ഈ ട്രയാംഗിൾ ഒന്ന് വരയ്ക്കാം, എന്നിട്ട് ഇതൊന്ന് എഴുതി വെക്കാം. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. നമ്മൾ പണ്ട് പഠിച്ചത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ച പൈതഗോറസ് തിയറം. സെയിം തന്നെ ബേസിനെ പാദം എന്ന് പറയും, കർണം. അതായത് മലയാളത്തില് ഈ ബേസ് സൈഡിനെ പാദം എന്ന് പറയും, പെർപെൻഡിക്കുലറിനെ ലംബം എന്ന് പറയും,
ഹൈപ്പോടെന്യൂസിനെ കർണം എന്ന് പറയും. ചെറുപ്പത്തിലേ പഠിച്ചതാണ്, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന CBSE ആയതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ. ദാറ്റ് ഈസ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു C സ്ക്വയർ. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവര് പഠിച്ചത് ഇതാ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് പൈതഗോറസ് തിയറം. ഇതെന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് വരും. ഇപ്പോഴല്ല, വലിയ ക്ലാസ്സുകളിൽ. A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു C സ്ക്വയർ. റൈറ്റ് ആംഗിളിന് ട്രയാംഗിൾസിന് മാത്രം വരുന്ന ഒരു അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറത്തിന് ആ ഒരു പേര് വരാൻ കാരണം പൈതഗോറസ് ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഫൈൻഡ് ഔട്ട് ദി പ്രൂഫ് ഫോർ ദിസ് തിയറം. ഈ തിയറം ഒരുപാട് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ ആർക്കും ഇതിന്റെ പ്രൂഫ് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. ബട്ട് പൈതഗോറസിന് മാത്രമാണ് ഇതിന്റെ പ്രൂഫ് കണ്ടുപിടിക്കാൻ പറ്റിയത്. A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു C സ്ക്വയർ. പ്രൂഫ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രൂഫ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രൂഫാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തത്. ഇനി ഇതിൽ നിന്ന് ഇതെന്തിനാ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ബേസും പെർപെൻഡിക്കുലറും തന്നാൽ ഹൈപ്പോടെന്യൂസ് കണ്ടുപിടിക്കാനും, ഹൈപ്പോടെന്യൂസും പെർപെൻഡിക്കുലറും തന്നാൽ ബേസ് കണ്ടുപിടിക്കാനും, അങ്ങനെ രണ്ട് സൈഡ്സ് തന്നാൽ മൂന്നാമത്തെ സൈഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കോ. പേജ് നമ്പർ 143 solved examples. Example 21, page number 143. Example 21. 70-meter long ladder reached a window 50-meter high from the ground on placing it against a wall at a distance A. Find the distance of the foot of the ladder from the wall. Question മനസ്സിലായോ? Question മനസ്സിലായോ? എന്താ ഷോൺ? മറ്റേത് എഴുതിയില്ല. എഴുതിയില്ലേ? അത് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. A 17-meter long ladder reached a window 15-meter high from the ground on placing it against a wall at a distance A. Find the distance of the foot of the ladder from the wall. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കണം. ഇങ്ങനെ, അതായത് ഒരു വോൾ, ഒരു മതിൽ, ആ മതിലിന്റെ അല്ലെങ്കിൽ ആ ഒരു വോളിന് ചുമരെന്ന് പറയുമ്പോ ഇങ്ങോട്ട് സൈഡ് എന്തുണ്ടാവും? ബേസ് പുറത്ത് നിലത്ത് കൂട്ടുണ്ടാവും. അപ്പൊ ഈ ചുമരിന്റെ 15 മീറ്റർ ഹൈറ്റില് എൻഡ് വരുന്ന ഒരു വോൾ ഉണ്ട്, ഒരു വിൻഡോ ഉണ്ട്. ഓക്കെ, ഒരു വിൻഡോയുടെ ഏറ്റവും മേൽഭാഗം 15 മീറ്റർ ഹൈറ്റ് ആണ്. ഇതിന്റെ ഈ ഗ്രൗണ്ടിൽ നിന്ന് 15 മീറ്റർ ഹൈറ്റില് ഒരു വിൻഡോ ഉണ്ട്. ഓക്കെ, ആ വിൻഡോയുടെ ഏറ്റവും ടോപ്പ് പോയിന്റിലേക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഒരു ലാഡർ പ്ലേസ് ചെയ്ത് വെക്കുന്നു, ചെരിച്ചു വെക്കുന്നു. ലാഡർ ഏണി, ഒരു ലാഡർ ആ വിൻഡോന്റെ ഏറ്റവും ടോപ്പിലേക്ക് ചെരിച്ചു വെക്കുന്നു.
എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ലാഡറിന്റെ നീളം തന്നിട്ടുണ്ട്. 17 മീറ്റർ ലോങ് ലാഡർ. ലാഡറിന്റെ ലെങ്ത് 17 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ വിൻഡോയുടെ ടോപ്പിലേക്കുള്ള ദൂരം 15 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ്, ഗ്രൗണ്ടിൽ നിന്ന് ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് 15 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഈ സൈഡാണ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് അറിയാത്തത് കൊണ്ട് എക്സ് എന്നെടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒരു ഇത് വരച്ചു നോക്കാം. എന്നിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് പേര് കൊടുക്കാം. ഇതൊരു ട്രയാങ്കിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി. പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? എ ബി സ്ക്വയർ, എ ബി സ്ക്വയർ plus BC square is equal to AC square. സ്ക്വയർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. കീബോർഡിൽ സ്ക്വയർ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. ഇതെങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞേ? പൈതഗോറസ് തിയറം പ്രകാരം എ ബി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ, ബി സി എന്ന് പറയുന്നത് ബേസ്, എ സി എന്ന് പറയുന്നത് എന്ത്? ഹൈപ്പോട്ടനസ്. ഓക്കെ, ഇനി എ ബിന്റെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 15 സ്ക്വയർ. ഓക്കെ, എ ബിന്റെ മെഷർമെന്റ് 15 സ്ക്വയർ പ്ലസ് ബി സിന്റെ മെഷർമെന്റ് നമുക്ക് തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സിന്റെ മെഷർമെന്റും തന്നിട്ടുണ്ട് 17 സ്ക്വയർ. എ ബിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട് 15, ബി സിന്റെ തന്നിട്ടില്ല, ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ സിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ ഓരോന്നിന്റെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 15 സ്ക്വയർ എത്രയാ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 into 15. സ്ക്വയർ പഠിച്ചിട്ടില്ലേ നിങ്ങള്? അല്ലേ? സ്ക്വയർ എന്താണെന്നറിയില്ല, ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോ 5 സ്ക്വയർ 5 raised to 2 എന്ന് എഴുതിയാൽ 5 into 5 ആണ്. 2 തവണ 5 മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 into 10 ആണ്. അതുപോലെ 15 സ്ക്വയർ എന്ന് പറയുന്നത് 15 into 15. എത്രയാ 15 into 15? 15 into 15 എത്രയാ അറിയോ? 15 into 15 is equal to 225. 15 into 15 is equal to 225. 225 plus എക്സിന്റെ നമുക്ക് അറിയില്ല, അതുകൊണ്ട് എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എടുക്കാം. എക്സ് സ്ക്വയർ അതുപോലെ തന്നെ ഇരിക്കട്ടെ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 17 സ്ക്വയർ. 17 into 17 is equal to 289. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ സെയിം സൈഡിൽ തന്നെ വെച്ചുകൊണ്ട് എക്സ് സ്ക്വയർ അവിടെ തന്നെ നിൽക്കട്ടെ, എക്സിന്റെ ടേം അവിടെ തന്നെ നിൽക്കുക. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 289 മൈനസ്
225. അപ്പൊ എത്ര കിട്ടും? എക്സ് സ്ക്വയർ എത്ര കിട്ടി? 289 ൽ നിന്ന് 229 മൈനസ് ചെയ്താൽ 64 എന്ന് കിട്ടും. 64 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സിന്റെ സ്ക്വയർ 64 ആണെങ്കിൽ ഏതോ രണ്ട് നമ്പേഴ്സ് ഏതോ ഒരു നമ്പർ രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 64 കിട്ടുന്നത്. അപ്പൊ എക്സ് എത്രയായിരിക്കും? എത്രയായിരിക്കും? ഇറ്റ് ഈസ് 8. എക്സ് ഇൻറ്റു എക്സ് ആണ് 64. എന്തോ 8 എങ്ങനെ വന്നു അല്ലേ? എക്സ് ഇൻറ്റു എക്സ് ആണ് 64. എക്സ് ഇൻറ്റു എക്സ് ആണ്, അതായത് എക്സ് സ്ക്വയർ 64 ആണ് നമുക്ക് കിട്ടി. ഏതോ രണ്ട് നമ്പേഴ്സ് അല്ല, ഒരു നമ്പർ രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 64 കിട്ടുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. 64 കിട്ടുന്നത് ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? 1 into 1 അല്ല, 2 into 2 അല്ല, 3 into 3 9, 4 into 4 16, 5 into 5 25, 6 into 6 36, 7 into 7 49, 8 into 8 ആണ് 64. എക്സ് രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 കിട്ടുന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 8 ആയിരിക്കും. 8 രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 64 കിട്ടുന്നത്. Then the value of x is equal to 8. നല്ലത് മനസ്സിലായോ? എന്തോ അങ്ങനെ മനസ്സിലായില്ലെങ്കിലും അങ്ങനെ മനസ്സിലായില്ലെങ്കിലും ഒരു ഐഡിയ കിട്ടി അല്ലേ? ഇതിൽ കുറെ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. എക്സൈസ് 10D 146, പേജ് നമ്പർ 146 എക്സൈസ് 10D. പേജ് നമ്പർ 146 എക്സൈസ് 10D. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം ഹോംവർക്ക് ആയിട്ട്. The hypotenuse of a right angle is 65 centimeter. If one of its sides is 60 centimeter, find the length of the other side. ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 65 സെന്റിമീറ്റർ ആണ്. അതിന്റെ ബാക്കിയുള്ള രണ്ട് സൈഡിൽ ഒരു സൈഡ് 60 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റേ സൈഡിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഒന്ന് ജസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ നോക്കിക്കോ. ആഫ്റ്റർനൂൺ ഒരു ക്ലാസ് കൂടി ഇല്ലേ? ഉണ്ടോ? ഓക്കെ, എന്നാ ആ സമയത്ത് ചെയ്തു തരാം. 2:30 ക്ലാസ്സിന്റെ സമയത്ത് ചെയ്തു തരാം കേട്ടോ. അപ്പൊ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.